അതാണ്. ആ സ്നേഹിക്കുന്ന ദൈവം, മനുഷ്യൻ പരസ്പരം സ്നേഹിക്കുമ്പോൾ ദൈവം നമ്മിൽ വസിക്കും. നമ്മുടെ ഭാരതം അഭിവൃദ്ധി പ്രാപിക്കാനുള്ള ഏക വഴി എല്ലാവരെയും ഒരു ചരടിൽ കോർത്തിണക്കിയ മഹാത്മാഗാന്ധിയുടെ കാഴ്ചപ്പാടാണ്. ആരെയും അകറ്റി നിർത്താത്ത, എല്ലാവരെയും സ്നേഹിച്ച് ക്ഷമിച്ചും സ്നേഹിച്ചും ഒരുമിച്ച് കൊണ്ടുവന്ന മഹാത്മാഗാന്ധി, ആ കാഴ്ചപ്പാട് നമ്മുടെ ഭാരതത്തിന് അത്യുത്തമം. അങ്ങനെ സ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് കടന്നു വരാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നാട്ടിലുള്ള എല്ലാവരെയും പാദം ചുംബിക്കാൻ എന്റെ ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും എനിക്ക് സന്തോഷമാണ്. കാരണം നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു എന്നെനിക്ക് ഉറപ്പാണ്. ഇവിടെയുള്ള മുസ്തഫനെ ദൈവം സ്നേഹിക്കുന്നു. അപ്രകാരം ഇവിടെയുള്ള ചന്ദ്രശേഖരനെ ദൈവം സ്നേഹിക്കുന്നു. ആ ദൈവത്തിന്റെ സ്നേഹം എന്റെ ഉള്ളിലുള്ളിടത്തോളം കാലം നിങ്ങളെ ആരെയും വെറുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ദൈവം സ്നേഹമാണ് എന്നുള്ള സുവിശേഷമാണ് ഞങ്ങൾക്ക് പ്രഘോഷിക്കാനുള്ളത്. ആ സത്യസുവിശേഷം മാത്രമല്ല, മനുഷ്യന്റെ നിത്യരക്ഷ, നിത്യജീവൻ, അവന്റെ ആത്മാവാണ് ജീവൻ നൽകുന്നത്. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. 80-90 വർഷം കഴിഞ്ഞാൽ നാം മരിക്കും. നമ്മുടെ ആത്മാവ് നിത്യതയിൽ എന്നും ദൈവത്തോടുകൂടെ ദൈവദൂതന്മാർക്ക് സമമായി ദൈവത്തെ സ്തുതിക്കുന്നവരായി മാറണം. അതിന് തടസ്സമായി നിൽക്കുന്നത് മനുഷ്യന്റെ പാപമാണ്. ആ പാപത്തിനു പരിഹാരം ചെയ്ത ഏക സത്യമായ ദൈവം യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു വഴിയല്ലാതെ ഒരുവനും ദൈവസന്നിധിയിൽ പ്രവേശിക്കാൻ കഴിയില്ല. കാരണം മനുഷ്യന്റെ സൽപ്രവൃത്തികൾ പുഴുക്കുത്തു പിടിച്ച തുണി പോലെയാണ്. മനുഷ്യന്റെ സൽപ്രവൃത്തികൾ കൊണ്ട് സ്വർഗം പ്രാപിക്കാമെന്നുള്ള മിഥ്യാബോധമാണ് മനുഷ്യന്റെ അന്തരാ